നിങ്ങൾ എപ്പോഴെങ്കിലും ഭംഗിയുള്ള കല്ലുകൾ ഒരു പ്രത്യേക പാറ്റേണിൽ അടുക്കി വച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതാണ് ക്രിസ്റ്റൽ ഗ്രിഡുകൾ. പക്ഷേ എന്താണ് സംഭവം? ഇതൊരു വെറും അലങ്കാരം മാത്രമാണോ? ഈഥൻ ലസറീനിയുടെ ക്രിസ്റ്റൽ ഗ്രിഡ്സ് പവർ എന്ന പുസ്തകം വെച്ച് നമുക്കിതിന്റെ പിന്നിലെ കാര്യങ്ങളൊന്ന് നോക്കാം. ദേ, ഈ കാണുന്നതുപോലത്തെ മനോഹരമായ ഡിസൈനുകൾ, ഇതിനൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? പലർക്കും കൗതുകം തോന്നുന്ന ഒരു കാര്യമാണിത്. അപ്പോ ഈ ഭംഗിക്ക് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ടുപിടിക്കാം. അപ്പോ ഇതാണൊരു ക്രിസ്റ്റൽ ഗ്രിഡിന്റെ ബേസിക് ഐഡിയ. ഓരോ കല്ലിനും അതിൻ്റേതായ ഒരു എനർജി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ എനർജിയെ ഒരു പ്രത്യേക ജോമെട്രിക് ഡിസൈനിൽ ഒരുമിച്ച് വെക്കുമ്പോൾ അത് നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നു. അതാണ് ഇതിന്റെ ആശയം. ശരി, അപ്പം നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. എന്താണ് ഈ ക്രിസ്റ്റൽ ഗ്രിഡ്? ഈ കല്ലുകൾക്കും ഡിസൈനുകൾക്കും പിന്നിലെ യഥാർത്ഥ കോൺസെപ്റ്റ് എന്താണ്? ഈ പുസ്തകത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെ അതാണ്. ഇവനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകളൊക്കെയൊന്ന് മാറ്റി കാര്യങ്ങൾ സിമ്പിളാക്കുക. അതുകൊണ്ട് നമുക്കും ആ ഒരു രീതിയിൽ തന്നെ ഇതിനെ സമീപിക്കാം. ഈ ക്രിസ്റ്റൽ ഗ്രിഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു പുതിയ സംഭവമാണെന്ന് തോന്നാം. പക്ഷേ കല്ലുകൾക്കൊരു പ്രത്യേക അർത്ഥം നൽകി ക്രമീകരിക്കുന്ന ഈ രീതിക്ക് ഒരുപാട് പഴക്കമുണ്ട്. നമുക്ക് അതിന്റെ വേരുകൾ എവിടെയാണെന്ന് നോക്കാം. അതെ, പുസ്തകത്തിൽ പറയുന്നതും അതുതന്നെയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ രീതിക്ക് പുരാതനമായ പല ആചാരങ്ങളുമായും നല്ല ബന്ധമുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല. ഈ ടൈം ലൈൻ ഒന്ന് നോക്കിക്കേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സ്റ്റോൺഹെഞ്ചിൽ തുടങ്ങി, പിന്നെ ബൈബിളിലെ പുരോഹിതന്റെ കവചം, ബുദ്ധമതത്തിലെ മണ്ഡലങ്ങൾ, അങ്ങനെ പല രൂപത്തിൽ ഇത് നിലനിന്നിരുന്നു. ഒടുവിൽ 1980കളിലാണ് നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ ക്രിസ്റ്റൽ ഗ്രിഡുകൾ പോപ്പുലറായി തുടങ്ങിയത്. അപ്പോ ഇതൊരു ആശയത്തിന്റെ പരിണാമം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് നല്ല ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത്. അതിന് പ്രധാനമായിട്ടും 3 ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ആ 3 കാര്യങ്ങൾ. 1. ഊർജം നൽകുന്ന ക്രിസ്റ്റലുകൾ. അവയാണ് ഇതിന്റെ ബാറ്ററികൾ. 2. ആ ഊർജത്തെ ഒരു പ്രത്യേക രീതിയിൽ രൂപപ്പെടുത്തുന്ന ജോമെട്രിക് ഡിസൈൻ. 3. ആ ഊർജത്തിന് എങ്ങോട്ട് പോകണം എന്ന് കാണിച്ചു കൊടുക്കുന്ന നമ്മുടെ ലക്ഷ്യം. ഈ 3ഉം ചേരുമ്പോഴാണ് ഒരു ക്രിസ്റ്റൽ ഗ്രിഡ് കംപ്ലീറ്റ് ആകുന്നത്. ഇതിലെ രണ്ടാമത്തെ ഘടകം ആ ജിയോമെട്രിയിലെ അതിലേക്ക് വരാം. ക്രിസ്റ്റൽ ഗ്രിഡുകളിൽ ഉപയോഗിക്കുന്ന ഈ ഡിസൈനുകൾ വെറും ഭംഗിക്കു വേണ്ടിയുള്ളതല്ല. ഓരോ രൂപത്തിനും അതിൻ്റേതായ ഒരു അർത്ഥവും ഉദ്ദേശവുമുണ്ട്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പെട്ടെന്ന് നോക്കാം. ഓരോ ഷേപ്പിനും ഓരോ പർപ്പസുണ്ട്. നമുക്ക് ത്രികോണത്തിൽ നിന്നും വൃത്തത്തിൽ നിന്നും തുടങ്ങാം, അല്ലേ? ഇവിടെ നോക്കൂ, ത്രികോണം പുതിയ കാര്യങ്ങൾ തുടങ്ങാനും ലക്ഷ്യങ്ങൾ നേടാനുമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതേസമയം വൃത്തം സംരക്ഷണത്തിനും പൂർണ്ണതയ്ക്കുമാണ്. അതുകൊണ്ടുതന്നെ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിന് ചേർന്നൊരു രൂപം തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമാണ്. ഇനിയിതാ സ്പൈറൽ അഥവാ സർപ്പിള ആകൃതി. ഇതും വളരെ പുരാതനമായ ശക്തമായൊരു ചിഹ്നമാണ്. വളർച്ച, ആത്മീയമായ വികാസം എന്നൊക്കെയാണിതിന്റെ അർത്ഥം. ഒരു പോയിന്റിലേക്ക് എനർജി ഫോക്കസ് ചെയ്ത് അതിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ഈ രൂപം സഹായിക്കും. അപ്പോൾ നമ്മൾ കല്ലുകളെപ്പറ്റി പറഞ്ഞു, ഡിസൈനുകളെപ്പറ്റി പറഞ്ഞു. ഇനി ഏറ്റവും വലിയ ചോദ്യം, ഇതെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്? ഇതൊരു നല്ല ചോദ്യമല്ലേ? ക്രിസ്റ്റലുകൾ, ഡിസൈനുകൾ, നമ്മുടെ ലക്ഷ്യം, ഇതൊക്കെ തമ്മിൽ എങ്ങനെയാണ് കണക്റ്റാവുന്നത്? നമുക്ക് നോക്കാം. ഗ്രന്ഥകർത്താവ് ഇതിനെ ക്രിസ്റ്റൽ ഗ്രിഡ് ഡയമണ്ട് എന്നാണ് വിളിക്കുന്നത്. ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാം, ക്രിസ്റ്റൽ ഹീലിംഗ്, ജിയോമെട്രി, സംഖ്യാശാസ്ത്രം, പിന്നെ നമ്മുടെ ലക്ഷ്യം എല്ലാം കൂടി ഇതിലൊന്നിക്കുന്നു. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ഡയമണ്ടിന്റെ കൃത്യം നടുക്ക് എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കൂ. പ്രവൃത്തി അഥവാ ആക്ഷൻ. അതായത് ആത്മീയമായ കാര്യങ്ങൾക്കൊപ്പം നമ്മുടെ പ്രയത്നവും അത്യാവശ്യമാണെന്ന് ഗ്രന്ഥകർത്താവ് അടിവരയിട്ട് പറയുന്നു. അപ്പോ ഇത്രയും കേട്ടതിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഗ്രന്ഥകർത്താവിന്റെ ഈ വാക്കുകൾ തന്നെ ധാരാളം. ക്രിസ്റ്റൽ ഗ്രിഡുകൾ ഒരു സഹായം മാത്രമാണ്, നമ്മുടെ കഠിനാധ്വാനത്തിന് പകരമാവില്ല. ഒരു ജോലി കിട്ടാൻ വേണ്ടി ഗ്രിഡുണ്ടാക്കിയിട്ട് വെറുതെ ഇരുന്നാൽ പോരല്ലോ. അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ നിർത്താം. ഏത് വിശ്വാസത്തെക്കാളും ഉപരി നമ്മുടെ മനസ്സിലുള്ള ഒരു ലക്ഷ്യത്തിന് ഭൗതികമായൊരു രൂപം നൽകുമ്പോൾ, അതിനെ ഒരു അനുഷ്ഠാനം പോലെ ഫോക്കസോടെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു വ്യക്തതയും പ്രചോദനവുമില്ലേ? ഒരുപക്ഷേ അതായിരിക്കാം ഇതിലെ ഏറ്റവും വലിയ ശക്തി, അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ.